Hello everyone, welcome back to Xylem, welcome back to the world of English. Chapters in 15 minutes എന്ന സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. യെസ്, യു ഹേർഡ് മീ റൈറ്റ്. 15 മിനിറ്റിനുള്ളിൽ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന ചാപ്റ്റർ ഗംഭീരമായി നമ്മൾ പഠിക്കും. അഡ്വഞ്ചേഴ്സിന്റെ ബനിയൻട്രിയുടെ വീഡിയോ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് കമന്റ് ബോക്സിൽ അറിയിക്കുക. സോ ലെറ്റ്സ് ബിഗിൻ. നോക്കൂ, സ്നേക്ക് ആൻഡ് ദ മിറർ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. സിമ്പിൾ ആയിട്ടൊരു സ്റ്റോറി ആണെങ്കിലും അതിനെ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയി ഓർഡറിൽ ഓർമ്മിച്ച് വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഐ വിൽ ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. സോ ഡോണ്ട് സ്കിപ്പ് ദിസ് വീഡിയോ. നോക്കൂ, ഈ ചാപ്റ്റർ സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. ദ പ്രോട്ടഗോണിസ്റ്റ് ഇൻ ദ സ്റ്റോറി ദ ഹോമിയോപാത്ത്. സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന ചാപ്റ്ററിലെ പ്രോട്ടഗോണിസ്റ്റ് പ്രധാന കഥാപാത്രമായ ഹോമിയോപാത്ത് ആൻഡ് ഹിസ് ഫ്രണ്ട്, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? They were discussing snakes. അവർ പാമ്പുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. He asked them. ഹോമിയോപത ഈസ് ആസ്കിംഗ് ഹിസ് ഫ്രണ്ട്സ്, അവന്റെ സുഹൃത്തുക്കളോട് ചോദിക്കുന്നുണ്ട്, ഹാസ് എ സ്നേക്ക് എവർ കോയിൽഡ് റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി? ഹാസ് എ സ്നേക്ക് എവർ കോയിൽഡ് റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി? ഒരു കോബ്ര എപ്പോഴെങ്കിലും നിങ്ങളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കോയിൽ ചെയ്തിട്ടുണ്ടോ? എന്ത് ചെയ്തിട്ടുണ്ടോ? കോയിൽ ചെയ്തിട്ടുണ്ടോ? ചുറ്റിപ്പിണഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഓൾ ഓഫ് ദം ഫെൽ സൈലന്റ് ആൻഡ് ദ ഡോക്ടർ കണ്ടിന്യൂഡ് ദ സ്റ്റോറി. ഓൾ ഓഫ് ദം ഫെൽ സൈലന്റ്. ഈ ചോദ്യം കേട്ടപ്പോൾ എല്ലാവരും നിശബ്ദതയിലായി. ദ ഡോക്ടർ കണ്ടിന്യൂഡ് ദ സ്റ്റോറി. യെസ്, ഇതാണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ്. ഇനി നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട കാര്യം, ഹോമിയോപ്പതിന്റെ സിറ്റുവേഷൻ, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ എന്തൊക്കെയാണ് എന്നൊന്ന് ചുമ്മാ ഓർമ്മിച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് കയറാം. എന്താണ്? He had just set up his medical practice. ഹോമിയോപ്പതിന്റെ മെഡിക്കൽ പ്രാക്ടീസ് ജസ്റ്റ് എന്ത് ചെയ്തിട്ടേ ഉള്ളൂ? സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആൻഡ് ഹിസ് ഏർണിങ്സ് were meager. ഏർണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ ഇൻകം എന്നാണ്, വരുമാനം എന്നാണ്. മീഗർ എന്ന് പറഞ്ഞാൽ വെരി ലെസ് എന്നാണ്, തുച്ഛം എന്നാണ്. ഹിസ് ഏർണിങ്സ് were meager. ഇനി ഹി വാസ് സ്റ്റേയിങ് എലോൺ ഇൻ എ റെന്റഡ് ഹൗസ്. ശ്രദ്ധിച്ചോളൂ, അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു റെന്റഡ് ഹൗസിലാണ് താമസിക്കുന്നത്. വിച്ച് ഹാഡ് എ ടൈൽഡ് റൂഫ് ആൻഡ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. അതിനൊരു ടൈൽഡ് റൂഫ് എന്ന് പറഞ്ഞാൽ ഓടുമേഞ്ഞ റൂഫ് ആയിരുന്നു. പിന്നെയോ നോട്ട് ഇലക്ട്രിഫൈഡ്, വൈദ്യുതി ഉണ്ടായിരുന്നില്ല. There were lots of rats staying with him in his room. അവിടെ ഒരുപാട് എലികൾ അയാളുടെ കൂടെ താമസിക്കുന്നുണ്ടായിരുന്നു. ലിറ്ററലി താമസിക്കല്ല, അവരവിടെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും കാര്യം മനസ്സിലായി. ഇനി നമുക്ക് കഥ നടക്കുന്ന സമയത്തിലേക്ക് പോകും. നമ്മുടെ സ്റ്റോറി നടക്കുന്നത് എപ്പോഴാണ് നോക്കൂ. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് അബൌട്ട് 10 o'clock. അതൊരു വേനൽക്കാല ദിവസത്തെ ചൂടുള്ള രാത്രിയായിരുന്നു. 10 മണി, അബൌട്ട് 10 o'clock, ഏകദേശം 10 മണിയാണ്. He prepared his bed and tried to go to sleep. അദ്ദേഹത്തിന്റെ ബെഡൊക്കെ ശരിയാക്കി വിരിച്ചിട്ട് ഉറങ്ങാൻ വേണ്ടി പോയി. ബട്ട് he could not sleep because it was very hot outside. ഉറങ്ങാൻ പറ്റിയില്ല. So he got up and sat on a chair and tried to read the book, The Materia Medica. So അതുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റു. He got up and sat on a chair. ഒരു കസേരയിൽ ഇരുന്നു and Materia Medica എന്ന് പറഞ്ഞൊരു പുസ്തകം വായിക്കാൻ ശ്രമിച്ചു. There was a large mirror on his table. This is a very important property in this chapter. This is a very important property. ഒരു വലിയ മിറർ, ഒരു വലിയ കണ്ണാടി ആ വായിക്കാനിരുന്ന ടേബിളിൽ ഉണ്ടായിരുന്നു. He sat there looking into the mirror. ആ മിററിലേക്ക്, കണ്ണാടിയിലേക്ക് നോക്കി ഇങ്ങനെ ഇരുന്നു. And took some decisions to increase his beauty. തന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള കുറച്ച് തീരുമാനങ്ങൾ എടുത്തു. He thought of himself to be handsome. അദ്ദേഹത്തെ കുറിച്ച് തന്നെ വിചാരിച്ച എന്താണ്? ഞാനൊരു ഹാൻസം ആയിട്ടുള്ള യുവാവാണ്, യങ് മാൻ ആണ്, ചെറുപ്പക്കാരാണ്. And was proud of being a young and unmarried doctor. ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഹോമിയോപത്ത് was super proud about the fact that he was a young and unmarried doctor. യങ് ആയിട്ടുള്ള, അൺമാരീഡ് ആയിട്ടുള്ള, അവിവാഹിതനായ ഡോക്ടറാണ് എന്ന കാര്യത്തിൽ അദ്ദേഹം എന്തായിരുന്നു? പ്രൗഡ് ആയിരുന്നു, ഭയങ്കര അഭിമാനം കണ്ടെത്തിയിരുന്നു. He decided to shave daily and grow a thin mustache and also to keep an attractive smile on his face. ശ്രദ്ധിക്കണേടാ. He decided to shave daily. എങ്ങനെയൊക്കെയാണ്? ദിവസവും ഷേവ് ചെയ്യാൻ തീരുമാനിച്ചു. And grow a thin mustache. ഒരു കുഞ്ഞു മീശ മെയിൻറ്റെയിൻ ചെയ്യാൻ തീരുമാനിച്ചു. ആൻഡ് ഓൾസോ ടു കീപ്പ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ ഓൺ ഹിസ് ഫേസ്. എപ്പോഴും മുഖത്ത് അട്രാക്റ്റീവ് ആയിട്ടുള്ള, ആകർഷണീയമായ ഒരു ചിരി കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. that he would be more handsome. അങ്ങനെ ചെയ്താൽ ഇവൻ കുറച്ചുകൂടി എന്താവും, ഹാൻസം ആവും എന്ന് ഇവൻ വിശ്വസിച്ചു. He heard many strange sounds from the roof. റൂഫിൽ നിന്ന്, മച്ചിൽ നിന്ന് ഒരുപാട് സ്ട്രേഞ്ച്, വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. But he did not take them serious. പക്ഷെ അവയൊന്നും അദ്ദേഹം സീരിയസ് ആയി എടുത്തില്ല. Because or as he was familiar with such sounds created by rats. കാരണം
He thought that was a sound made by the rats. ആ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹം എന്ത് വിചാരിച്ചു? അത് റാറ്റ്സ് ഉണ്ടാക്കുന്ന, എലികൾ ഉണ്ടാക്കുന്ന സൗണ്ടാണ്. ബിക്കോസ് പുള്ളിക്കാരൻ അതുമായിട്ട് ഭയങ്കര ഫെമിലിയർ ആണ്. പുള്ളിക്കാരൻ വിചാരിച്ചത് റാറ്റ്സ് ഉണ്ടാക്കുന്ന സൗണ്ടാണ് എന്ന്. ഓക്കെ, ഇനി നോക്കൂ. He was now thinking about his marriage. ഇപ്പോൾ അദ്ദേഹം എന്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? തന്റെ മാരേജിനെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. He wanted to marry a rich woman. ആരെ കല്യാണം കഴിക്കണമെന്നാണ് ആഗ്രഹം? ഒരു റിച്ച് വുമൺ, അല്ലെ, ഒരു സമ്പന്നയായ സ്ത്രീയെ കല്യാണം കഴിക്കണം. വുമൺ അല്ല, വുമൺ ഡോക്ടർ ആണ്, അല്ലെ, ഒരു സ്ത്രീ ആയിരിക്കണം. സോറി, എന്തായാലും ഒരു വനിതാ ഡോക്ടർ ആയിരിക്കണം. വിത്ത് ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. ആ സ്ത്രീക്ക് നല്ല മെഡിക്കൽ പ്രാക്ടീസ്, ഒരുപാട് ആളുകളൊക്കെ ചികിത്സിക്കുന്ന, ഒരുപാട് രോഗികളൊക്കെ ഉള്ള ഒരു ഡോക്ടർ ആയിരിക്കണം. He also wanted his wife to be a fat woman, and this is a very strange thing. അദ്ദേഹത്തിന്റെ വൈഫ് ഫാറ്റ് ആയിരിക്കണം, തടിച്ചിപ്പാറുമായിരിക്കണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു. ഫോർ എ വെരി സ്പെസിഫിക് റീസൺ. കാരണം ഉണ്ടായിരുന്നു. ഹിസ് ഐഡിയ വാസ് ദാറ്റ്, അദ്ദേഹത്തിന്റെ ഐഡിയ ഇതാണ്, ഇഫ് ഹി മെയ്ഡ് സം സില്ലി മിസ്റ്റേക്സ്, അവൻ എന്തെങ്കിലും സില്ലി മിസ്റ്റേക്സ് ഉണ്ടാക്കിയാൽ, മെയ്ഡ് സം, ഓക്കെ, ഇഫ് മെയ്ഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയാൽ, ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ ഹിം, അവൾക്ക് അവന്റെ പിന്നാലെ എന്ത് ചെയ്യാൻ പറ്റരുത്? പാഞ്ഞു പോകാൻ പറ്റരുത്. ആൻഡ് ക്യാച്ച് ഹിം, എന്നിട്ട് അവനെ പിടിക്കാൻ പറ്റരുത്. സൗണ്ട്സ് ലോജിക്കൽ, റൈറ്റ്? യെസ്. ആൻഡ് ഇനിയാണ് നമ്മുടെ പ്രധാന കഥയിലേക്ക് വരുന്നത്. നോക്കൂ. In the midst of all these lovely thoughts, midst എന്ന് പറഞ്ഞാൽ, in the midst എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഇടയിലാണ്, ഇടയിൽ എന്നുള്ള അർത്ഥത്തിലാണ് midst ഉപയോഗിക്കുന്നത്. സോ in the midst of all these lovely thoughts എന്ന് പറഞ്ഞാൽ ഈ ലവ്ലി തോട്ട്സിന് ഇടയിൽ suddenly he heard, പെട്ടെന്ന് അവൻ കേൾക്കുന്നു. എന്ത് കേൾക്കുന്നു? a dull thud sound. ഡൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൾ എന്ന് പറഞ്ഞാൽ നോട്ട് ഇൻട്രസ്റ്റിംഗ് എന്നാണ്, അല്ലെ, എന്താ പറയുക, അത്ര താല്പര്യമൊന്നുമില്ലാത്ത, ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു സൗണ്ട്, ഒരു തഡ് സൗണ്ട് കേൾക്കുന്നു. എന്തോ ഒന്ന് നിലത്തിടിച്ചതുപോലെയുള്ള ഒരു തഡ് സൗണ്ട് കേൾക്കുന്നു. യെസ്, ഡൾ ഇസ് അരോചകം. സൂൺ എ ഫാറ്റ് കോബ്ര. എന്താണ്? എ ഫാറ്റ് കോബ്ര, അല്ലെ, ഫുൾ ബ്ലഡഡ് കോബ്ര എന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഒരു ഫാറ്റ് കോബ്ര റിഗിൾഡ് ഓവർ ദ ബാക്ക് ഓഫ് ദ ചെയർ, അല്ലെ, അയാളുടെ ചെയറിന്റെ പിറകിൽ കൂടെ വളഞ്ഞു പുളഞ്ഞ് റിഗിൾ ചെയ്ത് പോയി. ആൻഡ് ലാൻഡഡ് ഓൺ ഹിസ് ഷോൾഡർ. എന്നിട്ട് എവിടെ ലാൻഡ് ചെയ്തു? ഷോൾഡറിൽ ലാൻഡ് ചെയ്തു. ഇനി പറയുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡയറി എഴുതാനൊക്കെ ചോദിക്കും. ഇറ്റ് കോയിൽഡ് ഓൺ ഹിസ് ലെഫ്റ്റ് ആം. ഇറ്റ് കോയിൽഡ് ഓൺ ഹിസ് ലെഫ്റ്റ് ആം. അത് അതിന്റെ ലെഫ്റ്റ് ആമിൽ, അല്ലെ, ഹോമിയോപ്പതിന്റെ ഇടത് കയ്യിൽ എന്ത് ചെയ്തു? കോയിൽ ചെയ്ത് ചുറ്റിപ്പിണഞ്ഞു. ആൻഡ് സ്റ്റേഡ് ദർ. എന്നിട്ട് അവിടെ നിന്ന് പോയില്ല. സ്പ്രെഡിങ് ഇറ്റ്സ് ഹുഡ്, അതിന്റെ പത്തി വിരിച്ചുകൊണ്ട്, ജസ്റ്റ് 3 or 4 inches away from his face. വെറും 3-4 ഇഞ്ച് മാത്രം അകലെ ആര് നിന്നു? ഈ പാമ്പ് നിന്നു. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ഡെത്ത് ലേർക്കഡ് 3 or 4 inches away. ലേർക്കഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിയിരുന്നു എന്നാണ്. ഡെത്ത് ലേർക്കഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3-4 ഇഞ്ച് അകലെ മരണം പതിയിരുന്നു എന്നാണ്. നോക്കൂ. ദ ഡോക്ടർ സാറ്റ് ദർ ലൈക്ക് എ സ്റ്റോൺ ഇമേജ്. ഡോക്ടർ അവിടെ ഒരു സ്റ്റോൺ ഇമേജ് പോലെ, ഒരു അനങ്ങാപ്പാറ പോലെ അവിടെ ഇരുന്നു, അല്ലെ, കരിങ്കൽ ശില്പം പോലെ. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലഷ് എന്ന് പറയുന്നുണ്ട്, അല്ലെ. ഹോൾഡിങ് ഹിസ് ബ്രെത്ത്, തന്റെ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട്, അല്ലെ, അനങ്ങിയ ഇത് സാധനം കൊത്തും. ഇനി നോക്കൂ. ഹി ഹാഡ് നോ മെഡിസിൻസ് ഇൻ ഹിസ് റൂം ഇൻ കേസ് ഓഫ് എൻ എമർജൻസി. ഒരു എമർജൻസി വന്നാൽ, അല്ലെ, അദ്ദേഹത്തിന്റെ റൂമിൽ എന്തുണ്ടായിരുന്നില്ല? മെഡിസിൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, സോ അദ്ദേഹത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഐ ആം എ സ്റ്റുപ്പിഡ് ഫൂളിഷ് ഡോക്ടർ എന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇനി നോക്കൂ. ഹി വാസ് സോ ഫ്രൈറ്റൻഡ്. അദ്ദേഹം ഭയങ്കര പേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് pathetically thought of God's self. And pathetically thought about God's self. വളരെ ദയാപൂർവം, അനുകമ്പാപൂർവം ആരെക്കുറിച്ച് ഓർത്തു? ദൈവത്തിന്റെ സഹായത്തെ കുറിച്ച് ഓർക്കുന്നു. നോക്കൂ. സഡൻലി ദ സ്നേക്ക് സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ ഇൻ ദ മിറർ. പെട്ടെന്ന് സ്നേക്ക് തന്റെ റിഫ്ലക്ഷൻ, തന്റെ പ്രതിബിംബം മിററിൽ കാണുന്നു, അല്ലെ, ആ വലിയ ലാർജ് മിററിൽ കാണുന്നു. ആൻഡ് ഇറ്റ് ലെഫ്റ്റ് ദ ഡോക്ടർ ആൻഡ് മൂവ് ടുവേർഡ്സ് ദ മിറർ. അത് ഡോക്ടറിനെ വിട്ടിട്ട് എങ്ങോട്ട് പോയി? മിററിനടുത്തേക്ക് പോയി. ദ ഡോക്ടർ ജംപ്ഡ് ഔട്ട് ഓഫ് ദ റൂം. The doctor jumped out of the room. He used that opportunity and ran. എന്നിട്ട് ഓടി till വരെ he reached his friend's house. എവിടെ എത്തുന്നത് വരെ? അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിലെത്തുന്നത് വരെ. ഇത്രയും കാര്യം മനസ്സിലായോ? ഇതിന്റെ ലാസ്റ്റ് പോർഷൻ കൂടെ നോക്കി നിങ്ങൾ. നെക്സ്റ്റ് ഡേ he and his friends came back to his room. പിറ്റേ ദിവസം അവനും അവന്റെ സുഹൃത്തുക്കളും കൂടെ ആ റൂമിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. എന്തിനാണ്? to move his things from there. ടു മൂവ് എന്ന് പറഞ്ഞാൽ ടു ഷിഫ്റ്റ് ഹിസ് തിങ്സ് ഫ്രം ദർ. അവന്റെ വസ്തുവകളൊക്കെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി. എന്നിട്ട് എന്ത് സംഭവിച്ചു നോക്കൂ. ബട്ട് ദേ സോ ദാറ്റ്. പക്ഷെ അവർ എന്ത് കണ്ടു? ദ തീഫ് ഹാഡ് റിമൂവ്ഡ് ഓൾ ഹിസ് ബിലോങ്ങിങ്സ് ആൻഡ് ദ റൂം ഹാഡ് ബീൻ ക്ലീൻഡ് ഔട്ട്. തീഫ് അവന്റെ എല്ലാ ബിലോങ്ങിങ്സും, എല്ലാ വസ്തുവകകളും എന്ത് ചെയ്തിട്ടുണ്ട്?
അവിടുന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. റൂം എന്തായിട്ടുണ്ട്? ക്ലീൻഡ് ഔട്ട്, കാലിയാക്കിയിട്ടുണ്ട്. പക്ഷേ എക്സെപ്റ്റ് വൺ തിങ്, എന്താണ്? ദ തീഫ് ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ്. ആ തീഫ് ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന് പറയാൻ ബാക്കി വെച്ചു എന്നാണ്. ദ ഡോക്ടേഴ്സ് ഡേർട്ടി വെസ്റ്റ് ആസ് എ ഫൈനൽ ഇൻസൾട്ട്. അല്ലെ, ഡോക്ടറിന്റെ ഡേർട്ടി വെസ്റ്റ്, ഡോക്ടറിന്റെ ആ പഴകിയ മുഷിഞ്ഞ അണ്ടർ ഷർട്ട് ബനിയൻ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. എന്തായിട്ട്? ഒരു ഫൈനൽ ഇൻസൾട്ട് ആയിട്ട്. നോക്കും മക്കളെ, വെറും 4 സ്ലൈഡിൽ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നറേഷൻ എഴുതാം. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഇത് വെച്ച് നിങ്ങൾക്ക് ഡയറി എഴുതാം. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെറ്റർ ഒക്കെ എഴുതാം. ഓക്കെ, ഇതിന്റെ കോണ്ടന്റ്, ഇതിന്റെ ബേസ് ഇതാണ്. റെഡി? സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഇന്ന് വൈകുന്നേരം 7:30 നമ്മുടെ ലൈവിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ, നമ്മുടെ Xylem SSLC ചാനൽ നടക്കുന്ന ലൈവിലേക്ക് ഞാൻ നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഈ കോണ്ടന്റ് നിങ്ങൾ പഠിക്കുന്നു, സമ്മറി നിങ്ങൾ വായിക്കുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഡിസ്കോഴ്സുകളും ഗ്രാമർ ടോപ്പിക്കുകളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇന്ന് വൈകുന്നേരം 7:30 നമ്മൾ ലൈവിൽ കാണുന്നു. അതൊരു ഗംഭീര ലൈവ് ആയിരിക്കും. സോ നിങ്ങൾ മാത്രം വന്നാൽ പോരാ, നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഈ ലൈവിലേക്ക് നിങ്ങൾ ക്ഷണിക്കണം. സോ I'll see you today sharp at 7:30. Thank you everyone. This is Nasaf Ardin signing off. Bye.